ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ ഹെവൻലി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് വണക്കം. ഇപ്പൊ നമ്മളാണെങ്കിൽ എടത്തുവ പള്ളിയുടെ അവിടെ കൂടെ എടത്തുവ വഴിയാണ് പോകുന്നത്. അപ്പം എടത്തുവ പള്ളിയാണ്, വേണ്ട നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന എടത്തുവ പള്ളിയാണ്. പുരാതനമായ പള്ളിയാണ്. ഇവിടെ തമിഴ്നാട്ടിൽ നിന്നും ഒക്കെയാണ് ഇവിടുത്തെ പ്രധാന പെരുന്നാളിനൊക്കെ വരുന്നത്. സെന്റ് ജോർജ് ഫെറോണിക്ക പള്ളിയാണ്. വേണ്ട ഇതാണ്. ഇവിടുന്ന് അകത്തോട്ട് പോകണം. അപ്പൊ അകത്തോട്ട് പോകുമ്പോഴാണ് നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുകയാണ്. എടത്തുവ പാലമാണ്. അതുപോലെ തന്നെ നമ്മൾ അമ്പലപ്പുഴ വഴിയാണ് പോകുന്നത്. അമ്പലപ്പുഴ അമ്പലത്തിന്റെ അതിലെയാണ് പോകുന്നത്. അതാണ് എളുപ്പം. നമുക്ക് ഈ റൂട്ടിൽ എളുപ്പം പോകുന്ന വഴിയാണ്. അതുവഴിയാണ് ആലപ്പുഴയ്ക്ക് പോകുന്നത്. ഞങ്ങളെ കയറ്റി വിടുവോ? ഇത്രയും നേരം ഉണരാത്ത ആരോ എടാ പറഞ്ഞേക്ക്. എടാ പോന്ന അമ്പലപ്പുഴയാണ്. അമ്പലപ്പുഴ എല്ലാം കാണാം. നമുക്ക് പ്രസിദ്ധനായ കവി തകഴി ശിവശങ്കര പിള്ളയുടെ ഗ്രാമത്തിലൂടെയാണ് നമ്മള് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് ഇവിടെ ജങ്കാറായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ പോകുമ്പോ ഒരു പാലമുണ്ട്. ആ പാലത്തിനോട് പണ്ട് ജങ്കാറായിരുന്നു. ഇപ്പൊ പാലമാണ്. ഇപ്പൊ വളരെ വലിയൊരു പാലമാണ്. ഈ പാലമാണ്. ഈ പാലത്തിന്റെ കാര്യമാണ് ഗോകുല് പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ കാര്യമേ ആ പാലത്തിന്റെ കാര്യമാണ്. പണ്ട് ജങ്കാറിലായിരുന്നു അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും യാത്ര ചെയ്യുന്നത്. പിന്നീട് ഇവിടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ പാലം പണിയുകയും ഇപ്പൊ എല്ലാവർക്കും അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. അപ്പം നമ്മളിപ്പോൾ അമ്പലപ്പുഴ അമ്പലത്തിന്റെ ഫ്രണ്ടിലാണ്, ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. കുളം കാണാം. ഇവിടെ നമ്മുടെ കുളമുണ്ട്. ഇവിടെ മീനെയൊക്കെ വളർത്തുന്നുണ്ട്. അതിന്റെ ഫ്രണ്ടിലാണ് വളർത്തുന്നത്. കാണുന്ന പാലം കുറച്ചുനാളെ ആയിട്ടുള്ളൂ. അവരുടെ പണി കഴിച്ചിട്ട് കുറച്ചുനാളെ ആയിട്ടുള്ളൂ. മറ്റേ നമ്മുടെ സഞ്ജു ടെക്കി അതുപോലെ തന്നെ വ്ളോഗേഴ്സ് ഒക്കെ വന്ന് ഇവിടെ ഇരിക്കുന്ന മറ്റേ നിക് വ്ളോഗ്സിലെ ചേട്ടന, പിന്നെ സഞ്ജു ചേട്ടന, അവരൊക്കെ വന്ന് ആ പാലത്തിന്റെ അവിടെ നിന്ന് മറ്റേ ഫ്രൈഡേ ബേബി ആയിട്ട് കറക്കുന്നതൊക്കെ കാണാവുന്നതാണ്. ഈ സൗണ്ട് കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലായിരിക്കും. കടലിലെ സൗണ്ട് അല്ലേ, അപ്പൊ നല്ലോണം എക്കോ നല്ല സൗണ്ട് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നല്ല വെയിലാണ്, നല്ല ചൂടുണ്ട് ഇപ്പം.
അപ്പൊ നമുക്ക് വേണ്ട നമ്മുടെ പിള്ളേരൊക്കെ നമ്മുടെ കൂട്ടുകാർ വേണ്ട വെള്ളത്തിലൊക്കെ കളിച്ചോണ്ടിരിക്കുക. എടാ 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 പൊളിക്കടാ, എടാ മുത്തേ പൊളിക്ക് ചുമരെ. അപ്പം വേണ്ട ആൾക്കാർ ടൂറിസം മേഖലയിലൊക്കെ ഇപ്പം പഴയതുപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ സാഹചര്യം. കാരണം ഒത്തിരി ആൾക്കാരൊന്നും വരുന്നില്ലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ആലപ്പുഴയിലൊക്കെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം അവർ ഫോട്ടോ എടുക്കുകയും വെള്ളത്തിൽ ചാടുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പം പഴയ പോലെ തന്നെ നമ്മുടെ ഈ കോവിഡിൻ്റെ സാഹചര്യമൊക്കെ മാറിയിട്ട് പഴയ പോലെ തന്നെ ഇപ്പം വന്നേക്കുന്നൊരു സാഹചര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ബീച്ച് സൈഡിലുള്ള ചേട്ടൻ്റെ കടയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ബജ്ജിക്കടയാണ്, നല്ല അടിപൊളി ബജ്ജിയൊക്കെയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ പേരെന്താ? എല്ലാ ഐറ്റംസും ഇവിടെ ഡെയിലി ഉറപ്പല്ലേ? എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ടുള്ളത്? എന്തോ സ്പെഷ്യലായിട്ടുള്ളത്? എങ്ങനെയാണ് റേറ്റ്? കോളിഫ്ലവറിന് 30 രൂപ, കക്കയിറച്ചി 50 രൂപ, കപ്പയ്ക്ക് 30 രൂപ. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ കഴിച്ചായിരുന്നു, ഞാനത് എടുക്കണമെന്ന് വെച്ചായിരുന്നു, പക്ഷെ നടന്നില്ല. ഞങ്ങൾ കഴിച്ചായിരുന്നു. അപ്പോൾ അടിപൊളിയാണ്. നമ്മുടെ ഈ ബ്രിഡ്ജിന് നേരെ ഓപ്പോസിറ്റുള്ള കടയാണ് ചേട്ടൻ്റെ. അപ്പോൾ അടിപൊളി ഫുഡാണ് ഇവിടുത്തെയൊക്കെ. അപ്പോൾ വന്ന് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, കഴിക്കുകയൊക്കെ ചെയ്യണം. അപ്പോൾ ചേട്ടൻ്റെ വീട് വേണം അപ്പുറത്ത് കേട്ടോ. മക്കളൊക്കെ എന്ത് ചെയ്യും? എത്ര നാളായിട്ട് ഇവിടെ ഉണ്ട്? 2 വർഷം. നമ്മുടെ ബജിയും ഇതും മാത്രമേ ഉണ്ടായിരുന്നു. പിന്നെ ചായ ഐറ്റംസ്, കോഫി, ചിക്കനൊക്കെ ഇടുവായിരുന്നു പറഞ്ഞു. ഇപ്പൊ ചിക്കനൊന്നും ഇല്ല. ഒന്നാമത് കോഴിയുടെ എന്തൊക്കെയാണ്, കോഴി പനി വരുന്നു, അതുകൊണ്ട് ചിക്കനൊന്നും ഇടുന്നില്ല. ഇപ്പൊ ഉള്ള മെയിൻ ഐറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കക്കായും അതുപോലുള്ള കപ്പ, അതുപോലെ തന്നെ കോളിഫ്ലവർ, പിന്നെ ബജ്ജികള് ഒക്കെയാണ്. ഒന്നും എനിക്ക് കട നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കണും എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്തൊരു പുതുപുത്തൻ വീഡിയോ കാണും വരേക്കും ഇറ്റ്സ് മീ സോനിക് ജോൺ ജി ബൂം.